ഹലോ ഹായ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ എനിക്ക് ജലദോഷവും തൊണ്ടയ്ക്ക് വേദനയൊക്കെ ആയതുകൊണ്ട് എൻ്റെ സൗണ്ടിനൊക്കെ നേരിയ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ക്ഷമിക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് അറിയണ്ടേ? അതായത് സെൽഫ് കെയർ റൂട്ടീൻ ആർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഹൗസ് വൈഫായിട്ടുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടും ആണ് കേട്ടോ. എങ്ങനെയായിട്ട് നമുക്ക് സിമ്പിളായിട്ട് സെൽഫ് കെയർ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒന്നും വേണ്ട. അതായത് പൈസ കൊടുത്ത് ഒരുപാട് സാധനങ്ങളൊന്നുമില്ലാതെ സിമ്പിളായിട്ട് എങ്ങനെ നമ്മുടെ സെൽഫ് കെയർ ചെയ്യാൻ പറ്റും. അതായത് ഇന്നത്തെ കാലത്ത് കുറേ പേരുണ്ട്, ഒട്ടുമിക്ക പേരും ഇപ്പം സെൽഫ് കെയറിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്, കൂടുതലായിട്ടും അമ്മമാരൊക്കെ. ഇപ്പം ഞാനും അതെ. പക്ഷെ ചിലർക്ക് ഇതിനൊന്നും സമയം കാണത്തില്ല. പിന്നെ അവർ വിചാരിക്കും ഈ സെൽഫ് കെയർ എന്നൊക്കെ പറയുന്ന സംഭവം എന്ന് പറയുന്നത് കുറേ പ്രോഡക്റ്റ് ഒക്കെ മേടിച്ച് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ മേക്കപ്പ് മാത്രമായിരിക്കും എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളായിരിക്കും കുറേ പേർക്ക്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പം സെൽഫ് കെയർ എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു വട്ടമെങ്കിലും അതൊന്ന് അനുഭവിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആയിരിക്കും എന്ന് കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് അതായത് ഇതൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും, പക്ഷേ ഒരു മോട്ടിവേഷൻ വേണമായിരിക്കും ചിലപ്പോൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കുറേ തിരക്കുകളൊക്കെ കൊണ്ട് ഇതൊക്കെ ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്ന അമ്മമാരായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് മോട്ടിവേറ്റ് ചെയ്താൽ ചിലപ്പോൾ ചെയ്യും. ആ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരും ആയിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം എങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു സെൽഫ് കെയർ ചെയ്യാൻ പറ്റുന്നത്, അതും അമ്മമാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കേട്ടോ. അതായത് അമ്മമാരെന്ന് പറയുമ്പോൾ വർക്കിംഗ് വുമൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആയിട്ടുള്ള ആൾക്കാർക്കും ആകാം. നമ്മൾ ഇന്നത്തെ തിരക്കുകൾ, അതികഠിനമായ തിരക്കുകളാണ് ഇന്നത്തെ കാലത്തല്ലേ. കാരണം വർക്ക് ചെയ്യേണ്ടവർക്കാണേലും വർക്കിംഗ് വുമൻസിനാണേലും നമുക്ക് ജോലിക്ക് പോകാനായിട്ട് നമ്മൾ ഷടപട വീട്ടിലെ കാര്യങ്ങളൊക്കെ പെട്ടെന്നൊക്കെ ചെയ്തിട്ടായിരിക്കും ജോലിക്കൊക്കെ പോകുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ സെൽഫ് കെയർ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇനി അഥവാ ഹൗസ് വൈഫ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും നമ്മളിപ്പോൾ കുട്ടികളെ സ്കൂളിൽ വിടണം, പല ജോലി തിരക്കുകളായിരിക്കുമല്ലോ. അപ്പം നമ്മൾ നമ്മുടെ സെൽഫ് കെയറിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കത്തില്ല. അപ്പം അങ്ങനെയുള്ളവർക്കും യൂസ്ഫുൾ ആവും. അപ്പം ഫസ്റ്റ് നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സെൽഫ് കെയറിൻ്റെ അകത്ത് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ച് കടയിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെ മാത്രമല്ല സെൽഫ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഫസ്റ്റ് നമ്മൾ കുക്കിങ്ങിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതായത് നമ്മളിപ്പം ഒരു ദിവസം നമ്മൾ സിമ്പിളായിട്ടൊന്ന് കുക്ക് ചെയ്ത് നോക്കുക. അതായത് എന്നും നമ്മൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നതിന് പകരം നമ്മൾ ഒരു ദിവസമെങ്കിലും നമ്മൾ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പം നിങ്ങളൊന്ന് റിലാക്സ് ആവാനായിട്ട്, ഈ സെൽഫ് കെയർ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളൊന്ന് ഹാപ്പി ആയിട്ടിരിക്കാം, അതാണ് ഉദ്ദേശം. അപ്പോൾ അതിനു വേണ്ടിയുള്ള സമയം നമ്മൾ കണ്ടെത്തണം കേട്ടോ. അത് എങ്ങനെയൊക്കെയാണെന്നുള്ള ടിപ്സാണ് ഞാൻ ഈ പറയുന്നത്. അതിൻ്റെ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക ഒരു ദിവസം കേട്ടോ. അപ്പം അതായിപ്പം എന്തെങ്കിലും ഇപ്പം ബ്രെഡ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ചിലപ്പോൾ പുട്ടാകാം. പുട്ടും പഴമൊക്കെ ആണെങ്കിൽ സിമ്പിളാണ്. അല്ലെങ്കിൽ ഓട്സ്, അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്ലാൻ ഉണ്ട്. അപ്പം ഒരു ദിവസം നമുക്ക് വേണ്ടിയിട്ടുള്ള ദിവസമാകുമ്പം അന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യണം, സിമ്പിളാക്കുക. അപ്പം തന്നെ നമുക്ക് ആ ടൈം കിട്ടും ഒരു ദിവസം. പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട്, നമുക്ക് ഇപ്പം ചിലർക്ക് ചിലപ്പോൾ ഒട്ടും സമയമില്ലാത്ത ആൾക്കാർ കാണുമല്ലോ, ഒരുപാട് കാര്യങ്ങളൊക്കെ വീട്ടിൽ ഒരുപാട് ജോലികളൊക്കെ ചെയ്യണം, ആകെ തിരക്കുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്കാണ് കുറച്ച് നേരത്തെ എഴുന്നേൽക്കുവാണെങ്കിൽ കുറച്ച് സമയം കിട്ടും. അപ്പം ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് മെത്തേഡൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതായത് കുറച്ചൊന്ന് കാമായിട്ടിരുന്നിട്ട് ശ്വാസമൊക്കെ ഉള്ളിലേക്ക് എടുത്തിട്ട് പതുക്കെ ഒന്ന് വിടുക. അതും മെഡിറ്റേഷൻ മ്യൂസിക്കൊക്കെ ഒന്ന് കേട്ടിട്ട് നോക്കുക കേട്ടോ. കാരണം ആ ഒരു 5 മിനിറ്റ് നമ്മൾ മെഡിറ്റേഷൻ മ്യൂസിക്കൊക്കെ കേട്ട് നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കണം മോർണിംഗ്. അപ്പോൾ തന്നെ നമുക്ക് ആ ദിവസം ഒരു ഫ്രഷ് ഫീൽ നമുക്ക് കിട്ടും.
അത് നമ്മൾ നമുക്ക് വേണ്ടി തരുന്നൊരു ഗിഫ്റ്റാണ് ആ ഒരു കാര്യങ്ങളൊക്കെ. കാരണം ഈ ബിസി ഷെഡ്യൂൾ ഉള്ള ലൈഫിൽ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും അത്. അങ്ങനെ നമ്മൾ ആ റിലാക്സ് ആയിട്ടുള്ള മ്യൂസിക്കൊക്കെ കേട്ടിട്ട് ഈ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡൊക്കെ റിലാക്സ് ആവും. എന്നിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പ്രാർത്ഥിക്കുകയും വിളക്ക് കത്തിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് കിട്ടും. എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല. കാരണം നമുക്കിപ്പോൾ ചില ദിവസം നമുക്ക് സെൽഫ് കെയറിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന ദിവസം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെയെന്ന് പറയുന്നത് നമ്മളത് ചെയ്യുക. അതിന് ശേഷം നമ്മൾ കുറച്ച് നല്ല മെലഡി ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് ഇഷ്ടമുള്ളവരാണ്, അതൊന്ന് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് ഭക്തിഗാനമില്ലേ, ഡിവോഷണൽ ആയിട്ടുള്ള മ്യൂസിക്കാണ് ഇഷ്ടമെങ്കിൽ അതൊരു 10 മിനിറ്റ് കേൾക്കാനായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും ഇതൊക്കെ സെൽഫ് കെയറാണ്. കാരണം നമുക്ക് വേണ്ടി കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കേൾക്കുമ്പം അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് റിലാക്സ് ആയിരിക്കും, ഹാപ്പി ആയിരിക്കും, എനർജി നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറയല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് അപ്പം നമ്മൾ സിമ്പിളാക്കുക, അപ്പം തന്നെ നമുക്ക് ടൈം കിട്ടും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളാക്കിയിട്ട് ലഞ്ചും സിമ്പിളാക്കുക. കാരണം എന്നും ഇപ്പോൾ ഒരുപാട് കറികളും കാര്യങ്ങളും ഒന്നും വെക്കാതെ സിമ്പിളായിട്ടുള്ള കറികളും കാര്യങ്ങളൊക്കെ ഒരു ദിവസം ഒന്ന് വെക്കുക. അപ്പം തന്നെ നമുക്ക് ടൈം കിട്ടും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടില്ലേ കുറച്ച് മേക്കപ്പ് ഒക്കെ ഒന്ന് ഇട്ട് നോക്കാം. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ പൊട്ടിയടിക്കല്ല, ഒരു മോയ്സ്ചറൈസർ, സൺസ്ക്രീന് ഒക്കെ ഇട്ട് ഒന്ന് കണ്ണൊക്കെ എഴുതി ഒരു പൊട്ടൊക്കെ തൊട്ട് ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ട്, ചിലർക്ക് ഇഷ്ടമുള്ളവർ തൊടുക, ഇല്ലാത്തവർ ചന്ദനക്കുറി തൊട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മുടിയൊക്കെ കോംബ് ചെയ്യണം, അതായത് തലയൊക്കെ ചീകി നല്ല ഡ്രസ്സൊക്കെ ഇടുക കേട്ടോ. അതായത് നമുക്ക് നമ്മൾ അതിട്ടാൽ നമ്മൾ ബ്യൂട്ടിഫുൾ ആണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന കളർ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് ബ്രൈറ്റ് കളർ ഇട്ടാലാണ് നിങ്ങൾക്ക് ഭംഗിയെങ്കിൽ അതിടുക, ലൈറ്റ് കളറാണ് അത് ഇടുക. അതൊക്കെ ഇട്ടൊന്ന് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് അപ്പം തന്നെ നമ്മുടെ പകുതി ഇതാവും കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് കോൺഫിഡൻസ് കിട്ടും ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇപ്പം പിരികൊക്കെ ത്രെഡ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അന്നൊന്ന് പാർലറിലൊക്കെ പോയി ഒരു ക്ലീനപ്പ് ഒക്കെ കൊടുത്ത് ത്രെഡൊക്കെ ചെയ്ത് വരാം. അപ്പോൾ തന്നെ നിങ്ങൾ സെൽഫ് കെയർ ആയി. കാരണം ഇതൊക്കെ നമ്മൾ മാസത്തിൽ ചിലപ്പോൾ ഒരു വട്ടമായിരിക്കും ചെയ്യുന്നത് ഈ സെൽഫ് കെയർ ഒക്കെ. അപ്പം അന്ന് നമ്മളത് പാർലറിലൊക്കെ പോയി ക്ലീനപ്പ് ഒക്കെ ചെയ്യണം, അങ്ങനെ ചെയ്യാം. ഇനി പോട്ടെ, പാർലറിലൊന്നും പോകണ്ട, നമുക്കിപ്പം അറിയാവുന്ന പൊടിക്കൈകളുണ്ടല്ലോ. അതായത് കടലമാവ് വീട്ടിൽ കാണുമായിരിക്കും, കടലമാവ്, ഓട്സ്, ഇതെല്ലാം കൂടെ കടലമാവും ഓട്സും എടുക്കുക, ഓട്സ് പൊടിച്ചത് കേട്ടോ, എടുത്തിട്ട് തൈരും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേക്കുവാണെങ്കിൽ നമ്മുടെ ഫേസൊക്കെ ബ്രൈറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ തൈരും കടലമാവും ഓട്സും കേട്ടോ. ഇനി ഇതൊന്നും വേണമെങ്കിൽ കുറച്ച് തൈരിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കുക, നമുക്ക് നല്ല ബ്രൈറ്റ് ഫീൽ കിട്ടും. ഇതൊക്കെ കുറച്ച് പൊടിക്കൈകളാട്ടോ. അതായത് ഇനി പാർലറിലൊന്നും പോവണ്ട, അങ്ങനെയുള്ള താല്പര്യം ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ബ്യൂട്ടി ടിപ്സൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസൊക്കെ നല്ല ബ്രൈറ്റായിട്ട്, അതായത് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോയിട്ട് ഒന്ന് സുന്ദരിയാനായിട്ടൊക്കെ പറ്റും കേട്ടോ. ഇനി ഇതൊന്നും വീട്ടിലില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മഞ്ഞൾ കാണത്തില്ല, മഞ്ഞൾ ചുമ്മാ അരച്ച് തേച്ചാലും മതി. അല്ലെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ല്, അതൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പിടിക്കുമെങ്കിൽ മാത്രം തേക്കുക. ചിലർക്ക് അലർജിയും കാര്യങ്ങളൊക്കെ വരും, അങ്ങനെയുള്ളവർ സ്കിപ്പ് ചെയ്യുക. ഇങ്ങനത്തെ പൊടിക്കൈകളൊക്കെ നമുക്ക് ഒന്ന് ഒരു മാസ്ക് ഒക്കെ ഇട്ട് 5 മിനിറ്റ് റിലാക്സ് ഒക്കെ ചെയ്ത് ഒരു കുളിയൊക്കെ പാസ്സായി സെൽഫ് കെയർ ചെയ്യുന്ന ദിവസം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞിരുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ കുളിയൊക്കെ പാസ്സാവെന്ന് പറയുമ്പം നമുക്ക് ഇപ്പം നമ്മുടെ മുടിക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നന്നായിട്ട് ഓയിലൊക്കെ ഇട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റൊക്കെ ചെയ്ത് ഷാമ്പൂവും കണ്ടീഷണറൊക്കെ ഇട്ട് നന്നായിട്ട് എണ്ണയൊക്കെ കഴുകി കളഞ്ഞ് കുറച്ച് ഹെയർ സിറമൊക്കെ തേച്ച് മുടിയൊക്കെ നല്ല സെറ്റപ്പ് ആക്കി എടുക്കുക കേട്ടോ. ഇനി ഹെയർ സിറം ഒന്നും ഇല്ലെങ്കിലും ഷാമ്പൂ തേച്ചില്ലെങ്കിലും പ്രശ്നമില്ല. എണ്ണയൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ താളയൊക്കെ യൂസ് ചെയ്ത് തലയൊന്ന് കഴുകി
നല്ല അടിപൊളിയാക്കുക. അപ്പം തന്നെ നമുക്ക് പകുതി സമാധാനമാവും. ഞാൻ ഈ പറഞ്ഞ പായ്ക്കിട്ടതിന് ശേഷം നമ്മളിങ്ങനെ നമ്മുടെ മുടിക്ക് വേണ്ടിയും കൂടെ ചെയ്യുമ്പോഴത്തേനും ഇതൊക്കെ ഒരു സിമ്പിളായിട്ടുള്ളൊരു സെൽഫ് കെയറാണ്. കാരണം ഇതിനൊക്കെ ടൈം കിട്ടും നിങ്ങൾക്ക്. അതായത് നിങ്ങളിപ്പോൾ രാവിലെ കുക്കിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലേ, ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പായ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് വെക്കാം. ഇത് നമുക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യാം. ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യമുള്ള ഈ പായ്ക്ക് ഇട്ടതിന് ശേഷം ഒന്ന് വലിഞ്ഞ് ഇതായി കഴിയുമ്പോൾ അപ്പം തന്നെ കഴിക്കളയും, ഒരുപാട് പിടിക്കാൻ നിൽക്കണ്ട. അപ്പം നമുക്ക് എന്തായി, നമ്മുടെ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ സെൽഫ് കെയറും ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നമ്മളിപ്പോൾ മുറി അടിച്ചു വാരുന്ന സമയത്താണെങ്കിലും നമുക്ക് തല നന്നായിട്ട് എണ്ണ വെച്ചതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പണി ചെയ്യാം. അതായത് തൂത്തുവാരിയിടാം, നമുക്ക് അടുക്കി വെക്കാം, അതൊക്കെ ചെയ്യാമല്ലോ. എന്നിട്ട് നമുക്ക് പതുക്കെ കുളിക്കുകയും ചെയ്യാം. അപ്പം നമുക്കതും ഈ സെൽഫ് കെയറിൻ്റെ ഒരു പാർട്ടാണ്. ഞാനീ പറഞ്ഞു തരുന്നത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാട്ടോ. പിന്നെ ബുക്സ് വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു 10-15 മിനിറ്റ് മാറ്റി വെക്കുക. കുറച്ച് വായിച്ചാലും മതിയല്ലോ. പക്ഷേ നമ്മൾ ഡെയിലി അത് ഒരു 10-15 മിനിറ്റ് നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ആ ബുക്സ് കംപ്ലീറ്റ് നമുക്ക് വായിക്കാനായിട്ട് പറ്റും. ബുക്സിനെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ. പിന്നെ ഡാൻസ് ചെയ്യാനായിട്ടും പാട്ട് പാടാനായിട്ടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ അങ്ങനെയും ചെയ്യാം. അപ്പം ഞാനീ പറഞ്ഞ സെൽഫ് കെയർ എന്ന് പറയുന്ന കാര്യത്തിന് നമുക്ക് എന്താ പറയുക, ഒരുപാട് പൈസ മുടക്കി ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ച് നമ്മൾ സമയം ഉണ്ടാക്കി ചെയ്യേണ്ട കാര്യമാണ്. കാരണം നമ്മൾ ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. ഈ 24 മണിക്കൂറിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ചില പണികളൊക്കെ നമ്മൾ കുറച്ചാൽ നമുക്ക് ടൈം കിട്ടും. അതും ഒരുപാട് ടൈമൊന്നും വേണ്ട, വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഈ ഒറ്റ ദിവസം ചെയ്യുന്ന സെൽഫ് കെയർ മതി നിങ്ങൾ മോട്ടിവേറ്റ് ആവാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മാസത്തിൽ 1-2 വട്ടമൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്. ഇപ്പോൾ എന്ന് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷെ നമുക്ക് ടൈം കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്ക് കേട്ടോ. പക്ഷേ നിങ്ങളിപ്പം ഒരുപാട് വീട്ടുജോലിയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ക്ഷീണിതയായിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കുള്ള ഐഡിയാസാണ് ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ ആ ദിവസം നമ്മുടെ പോസിറ്റിവിറ്റി ആവും. നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കും. നമുക്കൊരു മടുപ്പൊന്നും ഫീൽ ചെയ്യത്തില്ല. കാരണം നമ്മൾ എത്ര ജോലികൾ ചെയ്താലും നമ്മൾ ക്ഷീണിച്ചാലും നമുക്ക് എന്താ പറയുക, അതൊക്കെ നമുക്കൊരു പോസിറ്റീവായിട്ട് നമുക്ക് ഏറ്റെടുക്കാനായിട്ട് പറ്റും. കാരണം നമ്മൾ കുറച്ചൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനീ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഇന്നത്തെ കാലത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത്. അപ്പം ഒരു കുറച്ചെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സമയം കണ്ടുപിടിച്ചിട്ട് നമുക്ക് വേണ്ടി ജീവിക്കണം കേട്ടോ. കാരണം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റാണ്. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരുന്നാലേ നമ്മുടെ ചുറ്റുമുള്ളവരെ നമുക്ക് ഹാപ്പി ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. എല്ലാം നല്ല രീതിയിൽ നടക്കത്തുള്ളൂ. ലൈഫ് എന്ന് പറയുന്ന കാര്യം മടുപ്പ് തോന്നാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മുടെ ജീവിതമൊക്കെ നമുക്ക് മടുത്ത് തുടങ്ങും. അപ്പോൾ ആ മടുപ്പൊക്കെ അവസാനിക്കണമെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയം കൊടുക്കുകയും വേണം കേട്ടോ. അതും ഇമ്പോർട്ടൻ്റാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞു കുഞ്ഞു തോട്ട്സിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ, എൻ്റെ ഐഡിയാസ് അതൊന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനും ഒരു ന്യൂ ബോൺ ബേബിയുടെ അമ്മയാണ്. അപ്പോഴത്തേന് എനിക്കും ഇതുപോലെ കിട്ടുന്ന സമയമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ചെയ്യുന്നത്. അതൊക്കെ എൻ്റെ ഒരു ഹാപ്പിനെസ്, എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു. അതും ഇപ്പം ഈ രാത്രിയിലാണ് കേട്ടോ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സമയം ഉണ്ടാക്കിയെടുത്താണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ ആകാൻ പറ്റും. അപ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് വിചാരിച്ചാൽ എല്ലാം സക്സസ് ആകും, അത് ഉറപ്പാട്ടോ. പക്ഷെ നമ്മൾ നമ്മുടെ മനസ്സിൽ വിചാരിക്കണം, അതുകൂടെ മറക്കരുത്. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോയിലത്തെ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് ലൈഫിൽ യൂസ്ഫുൾ ആകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് മറക്കല്ല കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ, ടേക്ക് കെയർ.